ഈ കഴിഞ്ഞ ഫെബ്രുവരി 14-ന് കമ്മങ്കോട് പള്ളിയിലെ തിരുനാളിന്റെ തലേദിവസമായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. അവളുടെ അമ്മാമ്മയുടെ വീട് ഈ പള്ളിയുടെ അടുത്താണ്. എല്ലാ വർഷവും തിരുനാളിന്റെ തലേദിവസം അവളുടെ ബന്ധുക്കളെല്ലാം അവിടേക്ക് വരും. അവരുടെ കൂടെ നമ്മളും കൂടാമെന്ന് വിചാരിച്ചു. അവളുടെ കുടുംബത്തിൽ കുഞ്ഞു കുട്ടികൾ കുറച്ചുപേരുണ്ടായി. അവർക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കടയിൽ കയറിയിട്ട് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. 4-5 കുഞ്ഞുങ്ങളുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ഇവൾക്കാണ്. പേര് നൈല. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഇവളായിരുന്നുകൊണ്ട് എല്ലാവർക്കും എടുക്കാനും കളിപ്പിക്കാനും താല്പര്യം ഇവളോടായിരുന്നു. ഈ പൊടിക്കുഞ്ഞിന്റെ അടുത്തിരുന്ന് അതിനെ കളിപ്പിക്കുന്ന ട്രോഫി എന്റെ കൂടെ ജീവിക്കുന്ന ട്രോഫിയാണ് കേട്ടോ. ഇതാണ് കമ്മങ്കോടുള്ള വിശുദ്ധ അന്തോണീസ് ദേവാലയം. തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആഗ്രഹസിദ്ധിക്ക് ഉണ്ണിയപ്പം സമർപ്പിക്കുന്ന പള്ളി കൂടിയാണിത്. എല്ലാ വർഷവും തിരുനാൾ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരാണ് വീടുകളിൽ നിന്ന് ഉണ്ണിയപ്പം സമർപ്പിക്കുന്നത്. ഈ രൂപക്കൂട്ടിലിരിക്കുന്നതാണ് ഇവിടുത്തെ അത്ഭുത പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസിന്റെ രൂപം. എന്റെ ഭാര്യ ഇവിടുത്തെ വലിയ വിശ്വാസിയായിട്ടോ. എല്ലാ വർഷവും അവളിവിടെ വരാറുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കടയിൽ കയറി ബീഹൈവ് എന്നറിയപ്പെടുന്ന ഈ ഐസ്ക്രീം മേടിച്ചു. നമ്മൾ രണ്ടുപേരുള്ളതുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത ബായ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് അത് ഉണ്ടാക്കിയത്. ഞാനും ആ ബായും തമ്മിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെ കിളി പോയിരുന്നാണ് അവൾ ഐസ്ക്രീം കഴിച്ചത്. പിന്നെ ഐസ്ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു ബീഹൈവ്. എന്റെ ബാക്കിൽ നിൽക്കുന്ന ആ നീല ക്യാപ്പിട്ട ബായിയാണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ എന്തായാലും വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.